നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താക്കോൽ തട്ടിപ്പറിച്ച് കാർ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായ വാടാനപ്പള്ളി പണിക്ക് വീട്ടിൽ മുബി എന്ന മുബാറക്കിനെ വലപ്പാട് പോലീസ് പിടികൂടി. ശ്രീരാമഞ്ചിറയിലെ ചിറകെട്ട് ഓണാചാരങ്ങൾ നിലനിർത്തണമെന്ന് ആഹ്വാനവുമായി ചിറകിട്ടോണ സംരക്ഷണ സമിതി. തളിക്കുളം എരനയത്ത് ക്ഷേത്രത്തിന് സമീപം തെങ്ങ് വീണ് വീട് തകർന്നു. വാർത്തകൾ വിശദമായി. ചെമ്മാപ്പള്ളി ശ്രീരാമഞ്ചിറയിൽ കന്നിമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന സേതുബന്ധന ചടങ്ങുകൾ സംരക്ഷിക്കണമെന്നും നിലച്ചുപോയവ പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആഹ്വാനവുമായി ചിറകിട്ടോണ സംരക്ഷണ സമിതി രൂപീകരിച്ചു. സേതുബന്ധനത്തെ അനുസ്മരിച്ച് ചടങ്ങുകൾ നടക്കുന്ന ഭൂമിയിലെ ഒരേ ഒരിടമാണ് ചെമ്മാപ്പള്ളിയിലെ ശ്രീരാമഞ്ചിറ. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ചടങ്ങുകൾ നടത്തിക്കുന്നത്. നായർ സമുദായത്തിന്റേതായ കാഴ്ചക്കുല സമർപ്പണം, ആശേരി സമുദായത്തിന്റെ നാഴി സമർപ്പണം, പ്രദേശത്തെ വീടുകളിൽ അന്നേ ദിവസം നടന്നിരുന്ന തൃക്കാക്കര അപ്പനെ വയ്ക്കുന്ന ചടങ്ങ് എന്നിവ പുനരാരംഭിക്കാനും യോഗം തീരുമാനിച്ചു. തൃപ്പയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയും ദേവസ്വം മാനേജർ കെ രാജൻ, ജ്ഞാനപ്പള്ളി മന മുകുന്ദൻ നമ്പൂതിരി, ചേലൂർമന നാരായണൻ നമ്പൂതിരി, അവണങ്ങാട്ടുകളരി രഘുരാമൻ പണിക്കർ എന്നിവർ രക്ഷാധികാരികളുമാണ്. മറ്റു ഭാരവാഹികളായി പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പ്രസിഡന്റായും ഇ പി ഗിരീഷിനെ സെക്രട്ടറിയായും യു വാസുദേവനെ ട്രഷററായും തെരഞ്ഞെടുത്തു. തൃപ്പയാർ ക്ഷേത്രം തന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ദേവസ്വം മാനേജർ, ക്ഷേത്രം ഊരായ്മ ഇല്ലങ്ങൾ, ചിറകെട്ടുന്നതിന്റെ ചടങ്ങുകൾ നടത്തുന്ന അവകാശികൾ, തൃപ്പയാർ ക്ഷേത്രം നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികൾ, കേരള പുലയർ മഹാസഭ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി, SNDP, NSS, മാരാർ ക്ഷേമസഭ, യോഗ ക്ഷേമസഭ, വേട്ടുവ മഹാസഭ, ക്ഷേത്ര കാർമിക് സംഘ്, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, പഠന മഹാസഭ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ PC ഷാഹു മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും തൃത്തല്ലൂർ മണപ്പടി പ്രവാസി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഹാളിൽ നടന്നു. അനുസ്മരണ പ്രഭാഷണം PT കുഞ്ഞുമുഹമ്മദ് നിർവഹിച്ചു. മറ്റു പല പ്രശ്നങ്ങളുണ്ട്. നാട്ടിലെ CMC വെല്ലൂർ ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിലെ ഒരു 35 വർഷം അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായി. ഈ 35 വർഷത്തിലിടയ്ക്ക് തന്റെ ചികിത്സയും താൻ അറിയുന്ന മനുഷ്യ അതുപോലെ തന്നെ ശുശ്രൂഷയും PC ഷാഹു അതിശക്തമായിട്ട് ഏറ്റെടുത്തിരുന്നു എന്നതാണ്. PC ഷാഹു പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ചികിത്സ വലിയ ചെലവേറിയ ഒന്നായി മാറുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം CMCയിൽ ചികിത്സയ്ക്ക് എത്തുന്ന കാലഘട്ടത്തിൽ മലബാറിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദും നിർവഹിച്ചു. KG ശേഖരൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ മുർഷിദ്, KK രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് KV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം എരനയത്ത് ക്ഷേത്രത്തിന് സമീപം തെങ്ങ് കടപുഴകി വീണ് ഓടുമേഞ്ഞ വീട് തകർന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. പുളിപ്പറമ്പിൽ സുഭദ്രയുടെ വീടാണ് തകർന്നത്. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ ഈ സമയം മറ്റൊരു മുറിയിൽ ആയത് കാരണം വലിയൊരു അപകടം ഒഴിവായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. കൊലപാതക കേസുൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വാടാനപ്പള്ളി സ്വദേശി മുബി എന്ന 23 വയസ്സുള്ള പണിക്ക് വീട്ടിൽ മുബാറക്കിനെ വലപ്പാട് പോലീസ് പിടികൂടി.
എടമുട്ടം പടിഞ്ഞാറ് ടിപ്പു സുൽത്താൻ റോഡ് പാലപ്പെട്ടി ബീച്ചിൽ വെച്ചാണ് വലപ്പാട് CI KT സലീൽകുമാർ, വലപ്പാട് SI TC രാമനാഥൻ തുടങ്ങിയവർ ചേർന്ന് പ്രതിയെ പിടികൂടിയത്. അറക്കവീട്ടിൽ ഫഹദ് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ഇയാളുടെ കൂട്ടുകാരനും ബന്ധുവുമായ മതിലകം ഷറഫുദ്ദീൻ എന്നയാളുടെ കാറുമായി എറണാകുളത്തിന് പോകുന്ന വഴിക്ക് തൃപ്യാർ സെന്ററിലെ കടയിൽ കയറി ജ്യൂസ് കുടിക്കുന്നതിനിടെ താക്കോൽ തട്ടിപ്പറിച്ച് ഇയാൾ കാറുമായി കടന്നുകളയുകയായിരുന്നു. ഈ മാസം 21-നായിരുന്നു സംഭവം. പ്രതിക്കെതിരെ വലപ്പാട്, വാടാനപ്പള്ളി, അന്തിക്കാട് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട്. ചൊവ്വാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇടവേള.